ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. മോക്ലാനിൽ നടന്ന വലിയ എക്സ്പ്ലോഷൻ കഴിഞ്ഞു. ആ ഏരിയ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ജിയാവോ ലാവോയും യുൻസിയും അവിടെ എത്തുന്നു. അവരുടെ ഗോൾ സിമ്പിളായിരുന്നു: ആ മാസീവ് ബാറ്റിലിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കുക. ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ യുൻസിക്ക് ഒരു സ്മോൾ ക്ലൂ കണ്ടെത്തുന്നു. അത് ഒരു ക്ലോത്ത് പീസ് ആയിരുന്നു. അത് ആക്ച്വലി സിയോയാന് അവൾ കൊടുത്ത ക്ലോത്ത് ആയിരുന്നു. പക്ഷേ അവൾ അത് സൈലന്റ്ലി ഹൈഡ് ചെയ്യുന്നു, ജിയാലാവിനോട് പറയാതെ. ക്ലൂസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് അവർ സെക്റ്റിലേക്ക് തിരിച്ചു പോകുന്നു. മോസിറ്റിയിൽ സിയോയാൻ ഇപ്പോഴും അൺകോൺഷ്യസ് ആയി കിടക്കുന്നു. ബുദ്ധ ലോട്ടസ് എക്സ്പ്ലോഷൻ അവനെ വളരെ വീക്കാക്കി. കുറച്ചു സമയം കഴിഞ്ഞ് അവൻ ഫൈനലി വേക്കപ്പ് ചെയ്യുന്നു. അവേക്ക് ആയപ്പോൾ അവൻ ഹൈബഡോങ്ങിനെ ഒരു സ്ക്രോൾ കൊടുക്കുന്നു. അതിൽ ഐസംബറിന് വേണ്ടി റിഫൈൻ ചെയ്യേണ്ട പില്ലിന്റെ മെത്തേഡ് ഉണ്ടായിരുന്നു. പക്ഷേ അവൻ പറയുന്നു അവന്റെ സോൾ ഫോഴ്സ് ഓൾമോസ്റ്റ് ഡിസ്ട്രോയ് ആയി, അതുകൊണ്ട് ഇനി പിൽസ് റിഫൈൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഐസംബറിനെ പോകാൻ പറയുന്നു. പക്ഷേ ഹൈബഡോങ് അവനെ ഗിവ് അപ്പ് ചെയ്യാൻ അലൗ ചെയ്യുന്നില്ല. സോൾ ഫോഴ്സ് റീസ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ഒരു റെയർ പിൽ ഉണ്ടെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ജീമ എംപയറിൽ ഉള്ള മിറ്റീർ ഓപ്ഷൻ ഹൗസിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നും അവൻ പറയുന്നു. ഇത് സിയോയാന് പുതിയ ഹോപ്പ് നൽകുന്നു. അങ്ങനെ ഹെവൻലി ഫ്ലെയിംസ് ഉപയോഗിച്ച് റിക്കവറി ചെയ്യാൻ സിയോയാൻ ട്രൈ ചെയ്യുന്നു. ഫ്ലെയിം എനർജി ഓവർഡോസ് ആകുന്നു. സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവൻ സ്നേക്ക് സ്പിരിറ്റ് യൂസ് ചെയ്യുന്നു. സ്നേക്ക് സ്പിരിറ്റ് എക്സസ് ഫ്ലെയിം അബ്സോർബ് ചെയ്യുമ്പോൾ സഡൻലി ക്യൂൻ മെഡ്യൂസയായി ട്രാൻസ്ഫോം ചെയ്യുന്നു. മെഡ്യൂസ ടെമ്പററി വീക്ക് സ്റ്റേറ്റിൽ ആയിരുന്നു. മെഡ്യൂസ സിയോയാനോട് പറയുന്നു സ്നേക്ക് ലാനിൽ വെച്ച് അവൾ വീക്ക് സ്റ്റേറ്റിലല്ലായിരുന്നെങ്കിൽ സിയോയാനെ എലിമിനേറ്റ് ചെയ്തേനെ എന്ന്. സ്നേക്ക് ലാൻ ഇൻഫിൽട്രേറ്റ് ചെയ്തതും സ്നേക്ക് സ്പിരിറ്റിനെ കൺട്രോൾ ചെയ്ത് അവൻ്റെ പെറ്റ് ആക്കിയതിലും അവൾ ഇംപ്രസ് ആകുന്നു. പക്ഷേ നെക്സ്റ്റ് ടൈം അവൾക്ക് ഫുൾ പവർ തിരിച്ചു കിട്ടുമ്പോൾ സിയോയാനെ കൊല്ലും എന്ന് വാർണിംഗ് നൽകി അവൾ ഡിസപ്പിയർ ചെയ്യുന്നു. മീൻവൈൽ ഡെസേർട്ടിൽ സിയോയാൻ്റെ ബ്രദേഴ്സ് സാൻഡ് മെർസിനറീസ് അറ്റാക്ക് ഫേസ് ചെയ്യുന്നു. സിയോയാൻ ഇഞ്ചേർഡ് ആണെന്ന് അവർ അസ്യൂം ചെയ്ത് അവർ ലീഡർ പൊസിഷൻ ടേക്ക് ഓവർ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. പക്ഷേ സിയോയാൻ ഓൾറെഡി റിക്കവർ ചെയ്തിരുന്നു. അവൻ ബാറ്റിൽ ഫീൽഡിൽ എത്തുന്നു. ഇപ്പോൾ സിയോയാന് ബുദ്ധ ലോട്ടസ് അറ്റാക്ക് ഫുൾ കൺട്രോളിൽ യൂസ് ചെയ്യാൻ കഴിയുന്നു. ഒരു പവർഫുൾ ലോട്ടസ് അറ്റാക്ക് കൊണ്ട് അവൻ മെർസിനറി ലീഡറിനെ ഡിഫീറ്റ് ചെയ്യുന്നു. രാത്രിയിൽ സിയോയാൻ തൻ്റെ മാസ്റ്ററിനെ ഓർത്ത് വളരെ ഇമോഷണലായി ഇരിക്കുന്നു. പക്ഷേ അവൻ്റെ ബ്രദേഴ്സ് വന്ന് അവന് കമ്പനി കൊടുക്കുന്നു. അവന് വേണ്ട ധൈര്യവും കോൺഫിഡൻസും അവർ അവന് നൽകി. സിയോയാനെ ഒരു മിസ്റ്റീരിയസ് പേഴ്സൺ സീക്രട്ടായി ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ മിസ്റ്റീരിയസ് പേഴ്സൺ ആക്ച്വലി സണ്ണറിൻ്റെ സബോർഡിനേറ്റ് ആയിരുന്നു. സിയോയാൻ സ്ട്രോങ് ആയിട്ടുണ്ടെന്നും ഐസംബറർ പോലെ പവർഫുൾ അലായ് അവൻ്റെ കൂടെ ഉണ്ടെന്നും മെഡൂസ സ്പിരിറ്റും അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ തണ്ടറിനോട് റിപ്പോർട്ട് ചെയ്യുന്നു. യാവോച്ചൻ ഓൾറെഡി അവനെ ഡിറ്റക്ട് ചെയ്തിരുന്നെങ്കിലും സിയോയാനോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അവൻ മെൻഷൻ ചെയ്യുന്നു. പിന്നെ സിയോയാനും ഹൈബഡോങ്ങും ജീമ എംപയറിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഫൈറ്റിൽ വെച്ച് പല ആൽക്കെമിസ്റ്റ് സിയോയാനെ അഡ്മയർ ചെയ്യുന്നു. അവൻ 2 സ്റ്റാർ ആൽക്കെമിസ്റ്റ് ആയതുകൊണ്ട് ആൽക്കെമി കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ എന്നവർ ചോദിക്കുന്നു. ജേണിയിൽ അവൻ 2 യാൻ എംപയറിൽ നിന്നുള്ള ആൽക്കെമിസ്റ്റിനെ മീറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ ജീമ എംപയറിൽ മിറ്റീർ ഓപ്ഷൻ ഹൗസിൽ എത്തി. അവർ യാഫെയിനെ മീറ്റ് ചെയ്യുന്നു. യാഫെ സിയോയാൻ 2 സ്റ്റാർ ആൽക്കെമിസ്റ്റ് ആയത് കണ്ടിട്ട് സർപ്രൈസ് ആകുന്നു. അതിൻ്റെ ഇടയിൽ എൽഡർ ലീൻ്റെ സൺ യാഫെയിനെ ഇൻസൾട്ട് ചെയ്യുന്നു. സിറ്റുവേഷൻ ഫൈറ്റിൽ എൻഡ് ആകുന്നു. സിയോയാൻ ഈസിലി അവനെ ഡിഫീറ്റ് ചെയ്യുന്നു. പിന്നെ സിയോയാൻ യാഫെയിനോട് സോൾ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചോദിക്കുന്നു. അവൾ റെയർ ഇൻഗ്രീഡിയൻസ് ആയാലും അവൈലബിൾ ആയത് പ്രൊവൈഡ് ചെയ്യാം എന്ന് പറയുന്നു. അതേസമയം ഐസംബറും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് കൊടുക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൽഡർ ലേ അവിടെ ഡിസ്പ്യൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. തൻ്റെ മകനെ ആക്രമിച്ചതിനെ തുടർന്ന് എൽഡർ ലേ ഇൻഗ്രീഡിയൻസ് കൊടുക്കാൻ റെഫ്യൂസ് ചെയ്യുന്നു. പക്ഷേ ഹൈബഡോങ് തൻ്റെ പവർ ഷോ ചെയ്യുമ്പോൾ അവർ ഇമ്മീഡിയറ്റ്ലി ബാക്ക് ഓഫ് ചെയ്യുന്നു. ഇൻഗ്രീഡിയൻസ് ഹൈബഡോങ്ങിന് കൈമാറുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് നൾറാൻ അവിടെ എത്തുന്നു. സിയോയാനും ഐസംബറും ഇമ്മീഡിയറ്റ്ലി ഹൈഡ് ചെയ്യുന്നു. അവൾ പറയുന്നു അവളുടെ ഗ്രാൻഡ് ഫാദർ സിവിയർ പോയിസൺ കൊണ്ട് മരിക്കുന്ന സിറ്റുവേഷനിൽ ആണ്. ഹെവൻലി ഫ്ലെയിം യൂസ് ചെയ്യുന്ന ആൽക്കെമിസ്റ്റ് മാത്രമേ അവനെ സേവ് ചെയ്യാൻ കഴിയൂ എന്നും അവൾ അനൗൺസ് ചെയ്യുന്നു. അതിനുവേണ്ടി റെയർ ഇൻഗ്രീഡിയൻസ് റിവാർഡായി ഓഫർ ചെയ്യുന്നു. അവൾ പോയതിനു ശേഷം യാഫെ സിയോയാനോട് പറയുന്നു അവൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നളൻ യെൻറാൻ്റെ കയ്യിൽ ഉണ്ടെന്ന്. ഇത് കേട്ട സിയോയാൻ മാസ്റ്ററിൻ്റെ റിക്കവറിക്ക് വേണ്ടി നളൻ യെൻറാൻ്റെ ഗ്രാൻഡ് ഫാദറെ സേവ് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നു. ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്യാൻ വേണ്ടി യാഫൈ അവനൊരു സ്പെഷ്യൽ മാസ്ക് കൊടുക്കുന്നു.
ലേറ്റർ സിയോവായാൻ ഡിസ്ഗൈസ് ചെയ്ത് നെലൻ റെസിഡൻസിലേക്ക് പോകുമ്പോൾ റൂട്ടിൽ വച്ച് മിസ്റ്റീരിയസ് വാരിയർ അവനെ അറ്റാക്ക് ചെയ്യുന്നു. ഫൈറ്റ് ഇൻറ്റൻസ് ആയി. ആക്ച്വലി അത് സണ്ണർ അയച്ച പ്രൊട്ടക്ടർ തന്നെയായിരുന്നു. സിയോവായാൻ്റെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ ഫൈറ്റ് ചെയ്യുന്നു. സിയോവായാൻ ഓൾമോസ്റ്റ് ബുദ്ധ ലോട്ടസ് അറ്റാക്ക് യൂസ് ചെയ്യാൻ പോകുമ്പോൾ ഹൈ ബെഡോങ് അറൈവ് ചെയ്യുന്നു. അപ്പോൾ അറ്റാക്കർ ഡിസപ്പിയർ ചെയ്യുന്നു. അവൻ ഇപ്പോൾ സിയോവായാൻ സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി. ഇനി സിയോവായാനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഡിസൈഡ് ചെയ്യുന്നു. ടീച്ചർ ഹൈ ബെഡോങ് ഫെങ്ഷാനെ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ റിവീൽ ആകുന്നു ഹൈ ബെഡോങ് ആക്ച്വലി ടിർ ഓക്ഷൻ ഫാമിലിയിൽ മെമ്പറാണ്. ഫെങ്ഷാൻ എൽഡർ ലെയ്നെ പണിഷ് ചെയ്യുന്നു. അവൻ്റെ ട്രേഡ് 3 years സസ്പെൻഡ് ചെയ്യുന്നു. ഹൈ ബെഡോങ് പബ്ലിക്ലി അനൗൺസ് ചെയ്യുന്നു സിയോവായാനെ ഒരിക്കലും എനിമിയാക്കാൻ ട്രൈ ചെയ്യരുത് എന്ന്. ഫെങ്ഷാൻ ഹൈ ബെഡോങ്ങിനോട് ടിർ ഓക്ഷൻ ഫാമിലിയിൽ തുടർന്ന് സ്റ്റേ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഹൈ ബെഡോങ് അത് റെഫ്യൂസ് ചെയ്യുന്നു. ഹൈ ബെഡോങ് പറഞ്ഞു അവന് കുറച്ചുനാൾ സിയോവായാനെ പ്രൊട്ടക്ട് ചെയ്യണം, അത് കഴിഞ്ഞിട്ടേ ഫാമിലി റിട്ടേൺ ചെയ്യൂ എന്ന്. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കായി. ഫൈനലി നളൻ റെസിഡൻസിൽ എല്ലാ ആൽക്കെമിസ്റ്റും ഗ്യാദർ ചെയ്യുന്നു. മോസ്റ്റ് ആൽക്കെമിസ്റ്റ് പോയിസൺ ക്യൂർ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു. ഡിസ്ഗൈസിൽ ഇരുന്ന സിയോവായാൻ ഫോർവേഡ് വന്നു. ഹെവൻലി ഫ്ലെയിം ചെയ്യുന്നു. ഇത് കണ്ടപ്പോൾ എല്ലാ ആൽക്കെമിസ്റ്റും ഷോക്കാകുന്നു. അങ്ങനെ സിയോവായാൻ ഗ്രാൻഡ് ഫാദറെ ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഹെവൻലി ഫ്ലെയിം ഉപയോഗിച്ച് സിയോവായാൻ പോയിസൺ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ട്രീറ്റ്മെൻറ്റിന് കുറച്ച് സമയമെടുത്തു. ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പോയിസൺ റിമൂവ് ചെയ്യാൻ കഴിയുന്നു. പക്ഷേ പോയിസൻ്റെ ഒരു പാർട്ട് സിയോവായാൻ്റെ ബോഡിയിൽ അബ്സോർബ് ആകുന്നു. അവൻ ട്രീറ്റ്മെൻറ്റ് 1 week കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ലേറ്റർ സിയോവായാൻ ഹെവൻലി ഫ്ലെയിംസ് ഉപയോഗിച്ച് ട്രെയിൻ ചെയ്യാൻ നോക്കിയപ്പോൾ അവൻ റിയലൈസ് ചെയ്യുന്നു പോയിസൺ ആക്ച്വലി ഫ്ലെയിം എനർജി ഇൻക്രീസ് ചെയ്യുന്നു എന്ന്. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവൻ്റെ ഹെവൻലി ഫ്ലെയിമിൻ്റെ പവർ കൂടുതൽ സ്ട്രോങ് ആകും. ഇത് സിയോവായാന് ഡബിൾ ബെനിഫിറ്റായി. ഇപ്പോൾ സിയോവായാന് പവർഫുൾ അലൈസ് ഉണ്ട്. പക്ഷേ മെഡ്യൂസയുടെ ത്രെറ്റ് ഇപ്പോഴും അവൻ്റെ ലൈഫിലുണ്ട്. നെക്സ്റ്റ് എപ്പിസോഡ്സിൽ സിയോവായാൻ ജീമ എംപയറിൽ പുതിയ എനിമീസിനെ ഫേസ് ചെയ്യും. ആൻഡ് ദി ആൽക്കെമി കോമ്പറ്റീഷൻ ആർക്ക് സ്റ്റാർട്ട് ആകാൻ പോകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.